കാസർകോട്ടെ മലയോര മേഖലകളിൽ കാട്ടാന ശല്യം രൂക്ഷമാണ്. പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്കൊരുങ്ങുകയാണ് പ്രദേശവാസികൾ. കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന പാണത്തൂരിലെ ജനവാസ മേഖലകൾ വന്യമൃഗങ്ങൾ കീഴടക്കിയിരിക്കുകയാണ്. കർണാടക വനത്തിൽ നിന്നും കൂട്ടമായി എത്തിയ കാട്ടാനകൾ പ്രദേശത്തെ കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 7 കാട്ടാനകൾ അടങ്ങിയ കൂട്ടം പ്രദേശത്ത് ഇറങ്ങിയിരുന്നു. കല്ലപ്പള്ളി, ദോടമന, പെരുമുണ്ട, പെരിയാരം, കാര്യംകാനം, വട്ടക്കയം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും വന്യമൃഗശല്യം രൂക്ഷമാണ്. കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്ന് കർഷക സംഘം ആവശ്യപ്പെടുന്നു. പാണത്തൂരും പരിസര പ്രദേശങ്ങളിലും കഴിഞ്ഞ കുറേ ദിവസക്കാലമായി കാട്ടാനകൾ കർണാടക ഫോറസ്റ്റിന് കൂട്ടമായി വന്ന് വല്ലാണ്ടുള്ള ഉപദ്രവമാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. നിരവധി കർഷകരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ, അത് തെങ്ങായാലും കവുങ്ങായാലും മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ശക്തമായിട്ടുള്ള പ്രതികരണമാണ് കർഷക സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. ശക്തമായ നടപടി സ്വീകരിക്കാൻ പറ്റാതെ വരുന്ന പക്ഷം അതിശക്തമായ നടപടിയുമായി അതോടൊപ്പം പക്ഷവുമായി കർഷക സംഘം മുന്നോട്ട് പോകുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ വിളകൾക്ക് തുച്ഛമായ നഷ്ടപരിഹാരമാണ് ഇപ്പോൾ നിലവിൽ നൽകിക്കൊണ്ടിരുന്നത്. അത് ആ നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണം. അതോടൊപ്പം തന്നെ കർണാടക ഫോറസ്റ്റിൽ നിന്ന് ഇറങ്ങുന്ന കാട്ടാനക്കൂട്ടത്തെ ശാശ്വതമായി അവിടെ തന്നെ തടയുന്നതിനാവശ്യമുള്ള നടപടി ബന്ധപ്പെട്ടവർ സ്വീകരിക്കണമെന്നാണ് കേരള കർഷക സംഘം കണ്ടരി ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത്. ആനക്കൂട്ടം പാണത്തൂർ ചുള്ളിയാർ റോഡിൽ നിലയുറപ്പിക്കുന്നതോടെ ഇതുവഴിയുള്ള ഗതാഗതം പലപ്പോഴും തടസ്സപ്പെടുന്ന അവസ്ഥയിലാണ്. ആനകൾക്ക് പുറമെ കാട്ടുപന്നികളും കുരങ്ങുകളും വ്യാപകമായി കാർഷിക വിളകൾ നശിപ്പിക്കുന്നുണ്ട്. കല്ലപ്പള്ളിയിൽ കഴിഞ്ഞ ദിവസം പുലിയെ കണ്ടതും ജനങ്ങളെ പരിഭ്രാന്തരാക്കുന്നു. ന്യൂസ് 18 കാസർഗോഡ്.